ഗൈസ് ഇന്ന് മാർക്കറ്റ് നല്ല പോസിറ്റീവായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 200 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ആണ്. സോ വി ആർ ഗോയിങ് ടു ഗെറ്റ് എ ബ്രേക്ക് ഔട്ട് ഓഫ് 24,525, 530 ലെവൽ. അതായിരുന്നു നമ്മുടെ ഇത്രയും നാളത്തെ മേജർ റെസിസ്റ്റൻസ്. അതായിരുന്നു പ്രീവിയസ് സ്വിംഗ് ഹൈ. മാർക്കറ്റ് എപ്പോൾ 24,500 ലെവലിൽ വന്നാലും റിവേഴ്സ് ആവുമായിരുന്നു. നൗ ഓപ്പണിംഗിൽ തന്നെ നമുക്ക് ആ ഒരു ലെവൽ ക്രോസ് ചെയ്തിട്ടാണ് ഒരു ബ്രേക്ക് ഔട്ട് ആണ് കിട്ടുന്നത്. സോ ക്ലിയർലി യു നീഡ് ടു ലുക്ക് ഫോർ, നിങ്ങൾ ഏതാണ് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഔട്ട്, റീടെസ്റ്റ് ഓപ്പർച്യൂണിറ്റി 24,500 ആൻഡ് എനി ഡിപ്പ് ഇസ് എ ബൈയിങ് ഓപ്പർച്യൂണിറ്റി. പുട്ട് പ്രീമിയംസ് അത്ര വലിയ കാര്യമായിട്ട് ഇൻഫ്ലേറ്റ് ചെയ്യില്ല, കാരണം ലോട്ട് ഓഫ് പോസിറ്റീവ്സ് ഉണ്ട്. പോസിറ്റീവ്സ് നോക്കിക്കഴിഞ്ഞാൽ ഓയിൽ പ്രൈസ് നല്ല രീതിയിൽ ഡൗൺ ആയിട്ടുണ്ട് 6%. IT സ്റ്റോക്സ് നല്ല സ്ട്രോങ് ആണ്. അതുപോലെ FIIs ഓൾമോസ്റ്റ് 2.5 ബില്യൺ ബൈ ചെയ്തിട്ടുണ്ട് ജൂലൈയിൽ. സോ അതൊരു നല്ല പോസിറ്റീവാണ്, ഒരു റിവേഴ്സൽ സെന്റിമെന്റ് ആണ്. US ഇറാൻ ലാസ്റ്റ് വീക്കെൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്തിട്ടില്ല, ഈവൻ ദോ ട്രംപ് അറ്റാക്ക് ചെയ്യുന്നു പറഞ്ഞിരുന്നെങ്കിലും അത് പോസിറ്റീവാണ്. ഒമാൻ ഇറാൻ ഡിസ്കഷനിൽ ഒരു പുതിയ മാരിടൈം റൂട്ട്, അത് നോർത്തേൺ റൂട്ടും അല്ല സദേൺ റൂട്ടും അല്ല, പുതിയൊരു റൂട്ട് പ്രപ്പോസലുണ്ട്. സോ ഇത്രയും പോസിറ്റീവ്സ് മാർക്കറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രേക്ക് ഔട്ട് ഫോളോ അപ്പ് കിട്ടാനാണ് ചാൻസ്. പക്ഷേ ബ്രേക്ക് ഔട്ട് ബ്ലൈൻഡ്ലി ചേസ് ചെയ്യരുത്, കാരണം ഓൾറെഡി 1% അപ്പാണ്. ഞാൻ ഒരു ഓപ്ഷൻ സെല്ലർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈസിലി പുട്ട് സെൽ ചെയ്ത് വെയിറ്റ് ചെയ്യാം. ബ്രേക്ക് ഔട്ട് കാണുമ്പോൾ മാർക്കറ്റ് സൈഡ് വേസ് പോയാലും കുഴപ്പമില്ല, ചെറിയൊരു ഡിപ്പ് വന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഡെൽറ്റ മൂവ് ഉണ്ടാവും. പക്ഷേ ബയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം, ബ്ലൈൻഡ്ലി ചേസ് ചെയ്യാണ്ട്. സോ ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് തന്നെയാണ്. ഇറാൻ പറയുന്നത് പുതിയൊരു ഷിപ്പിംഗ് റൂട്ട് അറേഞ്ച്മെന്റ് വിത്ത് ഒമാൻ ത്രൂ സ്ട്രേറ്റ് ഓഫ് ഹോർമ്യൂസ്. അത് നോർത്തേൺ റൂട്ട് കൺട്രോൾ ചെയ്യുന്നത് ഇറാനാണ്, അതല്ല. സദേൺ റൂട്ട് ലാർജ്ലി ഒമാൻ സൈഡിൽ കൂടെയാണ് പോകുന്നത്, അതല്ല. പുതിയൊരു റൂട്ട് അതെങ്ങനെ വർക്കൗട്ട് ആവും, ട്രാൻസിറ്റ് ഫീ കളക്ഷൻ ഉണ്ടോ, അതൊന്നും നമുക്കറിയില്ല. ബട്ട് ഇറ്റ്സ് എ പോസിറ്റീവ്. അതുപോലെ തന്നെ ലാസ്റ്റ് വീക്കെൻഡിൽ US സൈഡിൽ നിന്ന് അറ്റാക്ക് ഇല്ല, അതുകൊണ്ട് തന്നെ മാർക്കറ്റ് പോസിറ്റീവ് ആണ്. ക്രൂഡ് പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 84ലേക്ക് 90 എത്തിയിട്ടുണ്ട്. അതുപോലെ WTI 80 ആണ്. സോ അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ US മാർക്കറ്റ്സ് നല്ല രീതിയിൽ പോസിറ്റീവ് ആണ്. ഇന്ത്യൻ IT ADR, ഇൻഫോസിസ്, വിപ്രോ നല്ല പോസിറ്റീവ് ആർബിട്രാജ് ആണ് കാണിക്കുന്നത്. ബാങ്ക്സ് സ്ലൈറ്റ്ലി നെഗറ്റീവ് ആണ്, പക്ഷേ ഇന്നത്തെ ഗ്യാപ്പ് അപ്പോട് കൂടി അത് ഓവർകം ചെയ്യും എന്തായാലും. പിന്നെ ലാസ്റ്റ് മന്ത് നോക്കിക്കഴിഞ്ഞാൽ FIIs നെറ്റ് ബയേഴ്സ് ആണ് ജൂലൈയിൽ. അതിൽ പ്രൈമറി മാർക്കറ്റിൽ 1.3 ബില്യണും സെക്കൻഡറി മാർക്കറ്റ് NSE BSE നോക്കിക്കഴിഞ്ഞാൽ 1 ബില്യണും ബൈ ചെയ്തിട്ടുണ്ട്, ഓൾമോസ്റ്റ് 2.5 ബില്യൺ, വിച്ച് ഇസ് അഗെയിൻ വെരി പോസിറ്റീവ്, a ക്ലിയർ ഇൻഡിക്കേഷൻ ഓഫ് റിവേഴ്സൽ ഓഫ് ദ സെന്റിമെന്റ്. സോ ഇത്രയും പോസിറ്റീവ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ വ്യൂ ബൈ ഓൺ ഡിപ്പ് ആണ്. സോ ഓഫ് കോഴ്സ് അതർ വ്യൂസ് വിൽ ബി ദെയർ. നിങ്ങളുടെ വ്യൂ എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പോസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ക്രൂഡ് ഓയിൽ പ്രൈസസ് കമ്മിങ് ഡൗൺ, IT Qs ആർ പോസിറ്റീവ്, FII ബൈയിങ് ഇസ് വെരി ഗുഡ്, ഒമാൻ ഇറാൻ ഡീൽ മേ കം ഇൻ ടു എക്സിസ്റ്റൻസ്, US markets are positive, VIX is falling, and GIFT Nifty is indicating 24,600 plus, which means 24,570, 580 നമ്മൾ ഓപ്പൺ ചെയ്യും. Go for buy on dip. 24,500 is the first level where you can get the first dip. So see you after the market. Comment your